2050 ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് റിപ്പോർട്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും അമേരിക്കൻ തിങ്ക് ടാങ്ക് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് പിന്നിലായി പാകിസ്ഥാൻ 2ാം സ്ഥാനത്തെത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2050 ആകുമ്പോഴേക്കും ക്രിസ്തു മതത്തെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുമെന്നും ഹിന്ദുമതം 3ാം സ്ഥാനത്ത് തന്നെ തുടരുമെന്നുമാണ് റിപ്പോർട്ടിൽ പ്രവചിക്കുന്നത്. ലോകമതങ്ങളുടെ ഭാവി ജനസംഖ്യാ വളർച്ചാ പ്രവചനങ്ങൾ 2010-2050 എന്ന റിപ്പോർട്ടിലാണ് വരുന്ന 25 വർഷത്തിനിടെ ലോകത്ത് മതങ്ങളുടെ വളർച്ചയും തളർച്ചയും സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ഇന്ത്യ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ജനസംഖ്യ കുറയുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വളരുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലാകുമെന്നും പ്രവചനത്തിലുണ്ട്. ലോക ജനസംഖ്യയെക്കാൾ വേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ മതവിഭാഗമാണ് മുസ്ലിങ്ങൾ. വരും ദശകങ്ങളിൽ ലോക ജനസംഖ്യ 35% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം 73% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ എണ്ണം 2.8 ബില്യണിലെത്തും. 2050ഓടെ ഇന്ത്യയിൽ 31 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ 11% വരും. ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2010 മൊത്തം ജനസംഖ്യയുടെ 14.4% മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ 2050 ആകുമ്പോഴേക്കും ഇത് 18.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിങ്ങളുടെ ശരാശരി വിവാഹപ്രായം 22 വയസ്സാണ്. ഹിന്ദുക്കൾക്ക് ഇത് 26 വയസ്സും ക്രിസ്ത്യാനികൾക്ക് 28 വയസ്സുമാണ്. ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് ശരാശരി 3.2 കുട്ടികളാണുള്ളത്. ഹിന്ദു സ്ത്രീകൾക്കാകട്ടെ 2.5, ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് 2.3. നിലവിൽ മൊത്തം ജനസംഖ്യയുടെ 2.5% വരുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 2050 ആകുമ്പോഴേക്കും 2.3% കുറയുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആഗോളതലത്തിൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഏതാണ്ട് 62% ഏഷ്യ പസഫിക് മേഖലയിലാണ് താമസിക്കുന്നത്. ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, തുർക്കി എന്നിവിടങ്ങളിലെ വലിയ ജനസംഖ്യ ഇതിൽ ഉൾപ്പെടുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. എന്നാൽ 2050ഓടെ ഇന്ത്യ ഇന്തോനേഷ്യയെ പിന്തള്ളി ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഉയരുമെന്നാണ് പറയുന്നത്. 2050ഓടെ 25.7 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന ഇന്തോനേഷ്യ 3ാം സ്ഥാനത്തേക്ക് താഴും. 27.3 കോടിയോടെ മുസ്ലിം ജനസംഖ്യയിൽ പാകിസ്ഥാൻ ലോകത്തിലെ 2ാം സ്ഥാനത്തായിരിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ചിലതിൽ ഹിന്ദുക്കളുടെ എണ്ണം അതിവേഗം കുറയുമെന്നും റിപ്പോർട്ടിലുണ്ട്. 2050ഓടെ മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2010 1.6% ഹിന്ദു ജനസംഖ്യ 2050 1.3% കുറയുമത്രേ. യൂറോപ്പിലും മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും മൊത്തം യൂറോപ്യന്മാരിൽ 10% മുസ്ലിങ്ങളായിരിക്കും. താരതമ്യേന കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന ലാറ്റിൻ അമേരിക്കയും കരീബിയൻ പ്രദേശങ്ങളും ഒഴികെ മുസ്ലിങ്ങളുടെ ശതമാനം വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മുസ്ലിങ്ങൾ മാറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോക ജനസംഖ്യയിൽ ഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികളാണ്. ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ 31.4% ഇപ്പോൾ ക്രിസ്ത്യാനികൾ. തൊട്ടു പിന്നിലാണ് മുസ്ലിങ്ങളുള്ളത്. ലോക ജനസംഖ്യയുടെ 29.7% ഇപ്പോൾ മുസ്ലിങ്ങൾ. 3ാം സ്ഥാനത്തുള്ള ഹിന്ദുമതം പിന്തുടരുന്നവർ 14.9%. റിപ്പോർട്ടിലെ കണക്കുകളാണിത്.